ഹായ്, ചൈന യാത്രയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. 2 ദിവസമായി ബെയ്ജിങ്ങിലാണ് ഞാൻ. ബെയ്ജിങ്ങിലെ മെർക്കുറെ ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ താമസം. സാങ്കേതിക വിദ്യയിലും നിർമ്മിത ബുദ്ധിയിലും ചൈനയുടെ വളർച്ച വിശ്വസിക്കാവുന്നതിനും അപ്പുറത്താണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെ 2 റോബോട്ടുകളാണിവ. ഇവിടുത്തെ ഗസ്റ്റുകളുടെ റൂമുകളിലൊക്കെ അവർ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ ഈ റോബോട്ടുകൾക്കും പങ്കുണ്ട്. ഏതോ റൂമിലുള്ള ഗസ്റ്റുകൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ താഴത്തെ ലോബിയിൽ നിന്നും അവരുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ലിഫ്റ്റിലൊക്കെ കയറിയാണ് അവ ഈ ജോലി ചെയ്യുന്നത്. വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. ചൈനയുടെ നിത്യജീവിതത്തിലെ ഭാഗങ്ങളാണ് റോബോട്ടുകളെന്ന്. ഇന്നത്തെ ആദ്യത്തെ യാത്ര സമ്മർ പാലസിലേക്കാണ്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് സമ്മർ പാലസിലേക്ക്. സമ്മർ പാലസ് കുൻമിങ് തടാകത്തിനും അതിനോട് ചേർന്ന് കിടക്കുന്ന ലോങ്യുറ്റി ഹില്ലിനും ചുറ്റുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ലോങ്യുറ്റി കുന്നിലാണ് മിക്ക പ്രധാന കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഈ ലോങ്യുറ്റി കുന്നിലേക്കുള്ള ബോട്ട് യാത്രയാണ് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം. ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ട് ലോങ്യുറ്റി കുന്നിൽ എത്തിച്ചേരുവാൻ. ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ബോട്ട് എത്തുവാൻ കുറച്ചു സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടെ ഉപയോഗിക്കുന്ന ബോട്ടുകൾ പരമ്പരാഗത ചൈനീസ് ശൈലിയിലുള്ള തടി കൊണ്ടുള്ള ബോട്ടുകളാണ്. ഈ ബോട്ടുകളിലുള്ള യാത്ര തടാകത്തിന്റെയും ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെയും കാഴ്ചകൾ ആസ്വദിക്കാനുള്ള ഒരു നല്ല മാർഗമാണ്. ബോട്ടിലല്ലാതെയും സമ്മർ പാലസിലേക്ക് പോകാം. ആ വഴിയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. സമ്മർ പാലസിനുള്ളിലെ ഏറ്റവും വലിയ സവിശേഷതയാണ് കുൻമിങ് തടാകം. ഈ കൃത്രിമ തടാകം സമ്മർ പാലസിന്റെ മൊത്തം വിസ്തൃതിയുടെ 3/4 ഭാഗവും ഉൾക്കൊള്ളുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ക്വിങ് രാജവംശത്തിന്റെ കാലത്ത് ദക്ഷിണ ചൈനയുടെ പ്രകൃതി ദൃശ്യം അനുകരിക്കുന്നതിനായിട്ടാണ് കുൻമിങ് തടാകം സൃഷ്ടിച്ചത്. സമുദ്രങ്ങളുടെ വിശാലതയെ പ്രതീകപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ തടാകം യുനാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ കുൻമിങ്ങിന്റെ പേരിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ തടാകം ദ്വീപുകൾ, കോസ്വേകൾ, പാലങ്ങൾ എന്നിവയുമായി സങ്കീർണമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തടാകത്തിന്റെ ലോങ്യുറ്റി ഹിൽ, ചുറ്റുമുള്ള പൂന്തോട്ടങ്ങൾ എന്നിവയുടെയും സംയോജനം പരമ്പരാഗത ചൈനീസ് തത്വചിന്തയായ യിൻ യാങ് പ്രതിപാദിക്കുന്ന വാസ്തുവിദ്യയും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയ്ക്ക് ഒരു ഉദാഹരണമാണ്. വേനൽക്കാലത്ത് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന തടാകം മഞ്ഞുകാലത്ത് മഞ്ഞിൽ പൊതിഞ്ഞ കൊട്ടാരത്തിന്റെ സവിശേഷമായ കാഴ്ച പ്രദാനം ചെയ്യുന്നു. കുൻമിങ് തടാകത്തിന്റെ കിഴക്കൻ തീരത്തെ നാൻഹു ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന തടാകത്തിന് കുറുകെ വ്യാപിച്ചു കിടക്കുന്ന പാലമാണ് 17 ആർച്ച് ബ്രിഡ്ജ്. പാലങ്ങളുടെ പരമ്പരാഗത ചൈനീസ് വാസ്തുവിദ്യയുടെ മാസ്റ്റർ പീസാണ് ഈ പാലം. ഈ പാലത്തിന്റെ 17 കമാനങ്ങളാണ് അതിന് ഈ പേര് നൽകുന്നത്. കല്ലും മാർബിളും കൊണ്ട് അതിസങ്കീർണമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് പാലത്തിലെ ഓരോ കമാനവും. സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പ്രാധാന്യമുള്ള വിശാലമായ ഒരു സാമ്രാജ്യത്വ ഉദ്യാനവും കൊട്ടാര സമുച്ചയവുമാണ് സമ്മർ പാലസ്. ചൈനീസ് ഭാഷയിൽ ഇഹെയുവാൻ എന്നറിയപ്പെടുന്ന ഈ കൊട്ടാരം ക്വിങ് രാജവംശത്തിന്റെ കാലത്ത് വേനൽക്കാലത്ത് ചക്രവർത്തിമാരുടെ വിശ്രമവും വിനോദ ഉദ്യാനവുമായിരുന്നു. ഈ പ്രദേശത്തിന് കുൻമിങ് തടാകം ഉൾപ്പെടെ 3 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുണ്ട്. 1750-ൽ ആദ്യമായി നിർമ്മിച്ച ഈ സമുച്ചയം 1860-ലെ യുദ്ധത്തിൽ വലിയ തോതിൽ നശിപ്പിക്കപ്പെടുകയും 1886-ൽ അതിന്റെ യഥാർത്ഥ അടിത്തറയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഈ പ്രദേശം ചൈനീസ് ലാൻഡ്സ്കേപ്പ് ഗാർഡൻ ഡിസൈനിന്റെ ഒരു മാസ്റ്റർപീസാണ്. 1750-നും 1764-നും ഇടയിൽ ക്വിങ് ചക്രവർത്തിയായിരുന്ന ക്വിയാൻലോങ് വിഭാവനം ചെയ്ത് നിർമ്മിച്ച ഗാർഡൻ ഓഫ് ക്ലിയർ റിപ്പിൾസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. യുവാൻ രാജവംശത്തിന്റെ റിസർവോർ ആയിരുന്ന കുൻമിങ് തടാകത്തെയും ലോങ്യുറ്റി ഹില്ലിനെയും അടിസ്ഥാന ചട്ടക്കൂട്ടായി ഉപയോഗിച്ച് നിർമ്മിച്ച ഭൂപ്രകൃതിക്കുള്ളിൽ രാഷ്ട്രീയവും ഭരണപരവും പാർപ്പിടവും ആത്മീയവും വിനോദവുമായ പ്രവർത്തനങ്ങൾക്കായി പവിലിയനുകൾ, ഹാളുകൾ, കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ, പാലങ്ങൾ എന്നിവയുണ്ട്. 1850-കളിലെ 2-ാം കറുപ്പ് യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ട ഇത് മഹാറാണിയായ ഡോവഗർ സിക്സി പുനർനിർമ്മിക്കുകയും സമ്മർ പാലസ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. തടാകക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മാർബിൾ ബോട്ട് സാമ്രാജ്യത്വ കാലഘട്ടത്തിന്റെ ധാരാളിത്തത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച യഥാർത്ഥ തടി കൊണ്ടുള്ള ബോട്ട് കത്തി നശിച്ചപ്പോൾ പാശ്ചാത്യ ശൈലിയിലുള്ള തുഴച്ചിൽ ചക്രങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണിത്. ഇതൊരു യഥാർത്ഥ ബോട്ടല്ല, മറിച്ച് ബോട്ടിന്റെ രൂപകൽപ്പനയിൽ നിർമ്മിച്ച ഒരു മാർബിൾ പവിലിയനാണ്. ഈ ബോട്ടിന് 36 മീറ്റർ നീളമുണ്ട്.
കിഴക്ക് ഹാൾ ഓഫ് ജോയ് ആൻഡ് ലോങ്വിറ്റി മുതൽ പടിഞ്ഞാറ് ഷിഷാങ് പവിലിയൻ വരെ നീണ്ടുകിടക്കുന്ന ഇടനാഴിയാണ് ലോങ് കോറിഡോർ. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ സ്ഥാപിച്ച ഇടനാഴിക്ക് 728 മീറ്റർ നീളമുണ്ട്. മേൽക്കൂരയ്ക്ക് താഴെയുള്ള ക്രോസ് ബീമുകൾ 273 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ലോങ് കോറിഡോറിന്റെ ബീമുകളിലും സീലിംഗിലും ചൈനീസ് ക്ലാസിക്കൽ സാഹിത്യം, നാടോടി കഥകൾ, ചരിത്രപരവും ഇതിഹാസപരവുമായ വ്യക്തികൾ, പ്രശസ്തമായ ചൈനീസ് കെട്ടിടങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ ചിത്രീകരിക്കുന്ന 14,000-ലധികം പെയിന്റിങ്ങുകളുണ്ട്. ചക്രവർത്തിയുടെ അമ്മയ്ക്ക് നടക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഇടനാഴി നിർമ്മിച്ചിരിക്കുന്നത്. സമ്മർ പാലസിലെ ഒരു പ്രതീകാത്മക ഘടനയായിട്ടാണ് ദ ടവർ ഓഫ് ബുദ്ധിസ്റ്റ് ഇൻസെൻസ് നിർമ്മിച്ചിരിക്കുന്നത്. ചൈനീസ് വാസ്തുവിദ്യയുടെ ഈ ക്ലാസിക് സൃഷ്ടി യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്ത് 9 നിലകളുള്ള ഒരു മതപരമായ ഘടനയായിട്ടായിരുന്നു. എന്നാൽ 8-ാം നിലയുടെ നിർമ്മാണം നടക്കുമ്പോൾ അത് ബുദ്ധനെ ആരാധിക്കുന്നതിനുള്ള ഗോപുരമാക്കി മാറ്റി. 21 മീറ്റർ ഉയരമുള്ള ശിലാ അടിത്തറയിൽ നിർമ്മിച്ച 41 മീറ്റർ ഉയരമുള്ള അഷ്ടഭുജാകൃതിയിലുള്ളതാണ് 3 തട്ടുകളിലുള്ള ഈ ടവർ. ഓരോ ചന്ദ്രമാസത്തിന്റെയും ആദ്യ ദിവസവും 15-ാം ദിവസവും മഹാറാണി അവിടെ പ്രാർത്ഥിക്കാനും ധൂപത്തിരികൾ കത്തിക്കാനും പോകുമായിരുന്നു. സമ്മർ പാലസിന്റെ പ്രധാന കവാടമാണ് ഈസ്റ്റേൺ പാലസ് ഗേറ്റ്. ഗേറ്റിന്റെ ഇരുവശത്തുമുള്ള 2 വെങ്കല സിംഹങ്ങൾ 1750 മുതൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കോടതി സെഷനുകൾ നടന്നിരുന്ന ഹാളാണ് ബെനവലൻസ് ആൻഡ് ലോങ്വിറ്റി ഹാൾ. വിവിധ മതപരമായ കെട്ടിടങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന ഈ കുന്നിൽ ആത്മീയ ധ്യാനത്തിനുള്ള സ്ഥലങ്ങളുമുണ്ട്. ഹാൻ ടിബറ്റൻ ശൈലിയിലുള്ള ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ഇവിടുത്തെ പ്രധാന സവിശേഷതകളാണ്. കൂടാതെ മികച്ച സാംസ്കാരികവും ചരിത്രപരവുമായ മൂല്യത്തിന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന സമ്മർ പാലസ് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റ് കൂടിയാണ്. ചൈനക്കാർക്ക് അവരുടെ ഭരണാധികാരികൾ ദൈവത്തെ പോലെയാണ്. ചക്രവർത്തിമാരുടെയും രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ഒക്കെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുവാൻ വലിയ തിരക്കാണ്. ബീജിംഗിലെ സമ്മർ പാലസ് സന്ദർശിക്കുന്നത് ചൈനയുടെ സാമ്രാജ്യത്വ ചരിത്രത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ചയും തിരക്കേറിയ നഗരത്തിൽ നിന്ന് ശാന്തമായ രക്ഷപ്പെടലും പ്രദാനം ചെയ്യുന്ന സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഗ്രൂപ്പ് വിസയിൽ വരുന്നവർ ചില ഫാക്ടറികളൊക്കെ സന്ദർശിക്കുന്നത് നിർബന്ധമാണെന്ന്. ഇതൊരു ജെയ്ഡ് ഫാക്ടറിയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി വിവിധ സംസ്കാരങ്ങളിൽ വളരെ വിലപ്പെട്ടതായി കരുതുന്ന ഒരു കല്ലാണ് ജെയ്ഡ്. ഇത് നെഫ്രറ്റ്, ജാഡറ്റ് എന്ന 2 വ്യത്യസ്ത ധാതുക്കൾ ചേർന്നതാണ്. കൊത്തുപണികൾക്കും ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനും അനുയോജ്യമായ കഠിനവും മോടിയുമുള്ളതായ കല്ലുകളാണ് ഇവ. പച്ച, വെളുപ്പ്, ലാവൻഡർ, മഞ്ഞ, കറുപ്പ് എന്നിങ്ങനെ നിരവധി നിറങ്ങളിൽ ജേഡ് കാണാം. എന്നാൽ ഏറ്റവും പരമ്പരാഗതവും ഡിമാൻഡുള്ളതുമായ നിറമാണ് പച്ച. ഫാക്ടറിയാണ് എന്ന് പറഞ്ഞാണ് വന്നതെങ്കിലും അകത്ത് കയറിയപ്പോഴാണ് ഇതൊരു കച്ചവട കേന്ദ്രമാണെന്ന് മനസ്സിലായത്. ജെയ്ഡ് കല്ലിൽ തീർത്തിരിക്കുന്ന ധാരാളം കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും ഇവിടെയുണ്ട്. എന്നാൽ അതിഭയങ്കരമായ വിലയാണ് എല്ലാത്തിനും. സൗന്ദര്യവർദ്ധക വസ്തുക്കളും പെർഫ്യൂമുകളും എല്ലാം ഇവിടെ ലഭ്യമാണ്. ചൈന വൻമതിലിന്റെ അടുത്തുള്ള ഇവിടുത്തെ പ്രസിഡന്റൊക്കെ വെള്ളം കുടിക്കുന്ന തടാകത്തിൽ വളർത്തുന്ന മുത്തുച്ചിപ്പുകളിൽ നിന്നും എടുക്കുന്ന മുത്താണ് എന്നൊക്കെ പറഞ്ഞാണ് വിൽപ്പന. ടൂറിസ്റ്റുകളിൽ നിന്നും പണമുണ്ടാക്കാനുള്ള ഓരോരോ മാർഗങ്ങളാണ്. എന്നാൽ ഇവയൊക്കെ പറഞ്ഞ വില കൊടുത്ത് വാങ്ങിക്കുന്ന ചുരുക്കം ചില ആളുകളുമുണ്ട് എന്നതാണ് വാസ്തവം. ഇത് ബീജിംഗിലെ അക്രോബാറ്റിക് ഷോ നടത്തുന്ന ഒരു തിയേറ്ററാണ്. ഒരു കലാരൂപം എന്ന നിലയിൽ ചൈനയിൽ അക്രോബാറ്റിക്സിന് ദീർഘവും സമ്പന്നവുമായ ചരിത്രമുണ്ട്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പരമ്പരാഗത നാടോടി കലയാണ് ചൈനീസ് അക്രോബാറ്റിക്സ്. ബാലൻസിംഗ്, കീഴ്മേൽ മറിയുക, അമ്മാനമാടുക, കൂടാതെ ചടുലതയും ശക്തിയും പ്രകടിപ്പിക്കുന്ന അഭ്യാസങ്ങൾ എന്നിവയുൾപ്പെടെ ആകർഷകവും നൈപുണ്യമുള്ളതുമായ വിവിധ കായിക പ്രദർശനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അക്രോബാറ്റിക് പ്രകടനങ്ങൾ പലപ്പോഴും ചൈനീസ് സംസ്കാരം, ചരിത്രം, പുരാണങ്ങൾ എന്നിവയുടെ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ അവ ശാരീരികമായി മാത്രമല്ല സാംസ്കാരികമായും അർത്ഥപൂർണമാകുന്നു. ബീജിംഗിലെ കാഴ്ചകൾ തീരുന്നില്ല. എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് പോലും അറിയാത്ത 1989 പ്രതിഷേധം നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ പൊതു സ്ക്വയറായ ടിയാൻമെൻ സ്ക്വയറിന്റെയും ഏകദേശം 500 വർഷത്തോളം ചൈനീസ് ചക്രവർത്തിമാരുടെ സാമ്രാജ്യ കൊട്ടാരമായി പ്രവർത്തിച്ച വിലക്കപ്പെട്ട നഗരമെന്ന പാലസ് മ്യൂസിയത്തിന്റെയും കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ.